ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ രുചികരവും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ബട്ടർ മുറുക്കാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ആദ്യം വേണ്ടത് അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല അരിപ്പൊടി എടുക്കണം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പശപ്പില്ലാതെ നല്ല രീതിയിൽ കിട്ടണ അതേപോലെയുള്ള അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. നല്ല കട്ട കുത്തണ അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരില്ല. അപ്പം അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല അരിപ്പൊടി തന്നെ എടുക്കുക. കടല മാവിൻ്റെ പൊടി, ബട്ടർ, ഇതുപോലെ മെൽറ്റായിട്ടുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. എള്ള്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വെളുത്ത എള്ളാണ്. അയമോദകം, അജ്വൻ സീഡ് എന്ന് പറയും. ജീരകത്തിൻ്റെ പോലെ ഇരിക്കും, കുറച്ചുകൂടെ ചെറുതും ആയിരിക്കും. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് കൂടാതെ നല്ലെണ്ണ, നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലെണ്ണ. അതുപോലെ നമ്മളിവിടെ മുറുക്കുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് സേവനാഴിയുടെ, നിങ്ങളുടെ ഇടയ്ക്ക് എന്താ പറയുന്നറിയില്ല, ഞങ്ങൾക്ക് സേവനാഴി എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാർ ഇതുപോലത്തുള്ള അച്ചാണ് എടുക്കുന്നത്. ഈ അച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ അധികം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനനുസരിച്ച് ബട്ടറിൻ്റെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് നമ്മുടെ മുറുക്കിനുണ്ടാവും. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. 1 ടീസ്പൂൺ എള്ള്, അതേപോലെ 1/4 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ ഉപ്പ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഉപ്പ് കുറവുണ്ടെങ്കിൽ. അയമോദകം നമ്മൾ എടുക്കുമ്പോൾ കയ്യിലിങ്ങനെ ഇട്ടൊന്ന് നന്നായിട്ട് തിരുമിയിട്ടിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടത് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തിരുമി കുറേ നേരം തിരുമിയെടുക്കുക. നമ്മുടെ ബട്ടറും നല്ലെണ്ണയൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തണം. അതുപോലെ അരിപ്പൊടിയും കടലമാവും ഒക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് കുറച്ച് നേരം എടുത്ത് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലൊരു പരുവം നമ്മൾ കൈവച്ച് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കൈയുടെ ഷേപ്പിൽ നമുക്കിങ്ങനെ ഉണ്ട പിടിക്കുന്ന പോലെ അതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കും. നല്ല മയവും ആവും നമ്മുടെ പൊടി. കുറച്ച് നേരം എടുത്ത് തന്നെ നന്നായിട്ട് എന്ന് ഇളക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ്. വെള്ളം ഒരിക്കലും ഒന്നിച്ച് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല, അല്പാൽപമായിട്ട് ഒഴിച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ ഇതിനനുസരിച്ച് 1 കപ്പും ഒപ്പം 2 ടേബിൾ സ്പൂൺ മുതൽ ചിലപ്പം 6 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ വെള്ളം എടുത്ത് ആദ്യമേ ഒഴിക്കൽ കുറച്ചായിട്ട് ഒഴിച്ച് നോക്കി. 1 കപ്പ് വെള്ളം എന്തായാലും നമുക്ക് വേണം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിന് ശേഷം പരുവം നോക്കിയിട്ട് ആയില്ലെങ്കിൽ മാത്രം പിന്നീട് നമ്മൾ ഒഴിക്കുമ്പോഴത്തേനും ടേബിൾ സ്പൂണിൽ എടുത്ത് വേണം ഒഴിക്കാൻ. ഓരോ ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതേ രീതിയിൽ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ള് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ടേബിൾ സ്പൂണിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളം കൂടുതലാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ടേബിൾ സ്പൂണിൽ ഇതേപോലെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഈ മാവ് കുഴച്ചെടുക്കുന്ന കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല പരുവത്തിന് നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പരുവം അറിയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പരുവമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ
സേവനാഴിയിലേക്ക് മാവൊന്ന് ശകലം നിറച്ചിട്ട്, അധികം ഫുള്ള് നിറയ്ക്കാൻ നിൽക്കേണ്ട, വളരെ കുറച്ച് മാത്രം നിറച്ചാൽ മതി. നിറച്ചിട്ട് നമ്മളൊന്ന് അത് ചുറ്റിച്ചൊന്ന് ചെറുതായിട്ട് മുറുക്കിൻ്റെ ഷേപ്പിലാക്കുമ്പോഴേക്കും, വല്ലാണ്ട് നമുക്ക് ഷേപ്പ് ഇല്ലാണ്ട് ലൂസായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഇല്ല, നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും ഷേപ്പ് വരുന്നുണ്ട്, പക്ഷേ വല്ലാണ്ട് പൊട്ടി പോവുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിനകത്ത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നാണ്. അപ്പം മാവ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് അല്പാലായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ട് വീണ്ടും പരത്തിയെടുത്താൽ മതി. അപ്പം ഞാൻ നിങ്ങളെ അതുപോലെ കാണിച്ചു തരാം. ഇതിപ്പം കറക്റ്റും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ സേവനാഴിയിലേക്ക് മാവ് എടുത്തിട്ട് അതിനൊന്ന് ചുറ്റിക്കുമ്പോഴത്തേനും ഇത് വല്ലാണ്ട് അരികൊക്കെ നല്ലാണ്ട് കൂർത്ത് വരുന്നുണ്ട്, പക്ഷേ പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മാവിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാനുണ്ടെന്നാണ്. 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെയൊക്കെ കുറവുണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മാവ് ഉരുട്ടി വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം വെള്ളം കയ്യിലേക്ക് ഒഴിച്ചിട്ട് തളിച്ചു കൊടുക്കണ രീതിയിലാക്കണം. എന്നിട്ട് നന്നായിട്ട് കുറച്ചൊന്ന് കുഴച്ചെടുക്കണം. എല്ലായിടത്തും നമ്മൾ തളിച്ച വെള്ളം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലയിടത്ത് വെള്ളം കൂടുതലും ചിലയിടത്ത് വെള്ളം എത്തിയിട്ടുണ്ടാവില്ല. നന്നായിട്ട് കുഴച്ചതിന് ശേഷം അതിൽ നിന്നും കുറച്ച് മാവെടുത്ത് നമ്മൾ കയ്യിലെടുത്തൊന്ന് ഉരുട്ടി നോക്കിയാൽ മതി. ഉരുട്ടിയിട്ട് നമ്മൾ അതിന് ശേഷം നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പം അതിനകത്ത് ഫുള്ള് ഇങ്ങനെ വിള്ളൽ പോലെ വീഴാന്നുണ്ടെങ്കിൽ അതും കറക്റ്റ് പരുവായിട്ടില്ല എന്നുള്ളത്. നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് പൊട്ടി കിട്ടും. 2 ഭാഗമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊട്ടി കിട്ടുക എന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് പരുവായിട്ടുണ്ടെന്ന്. ഇല്ല, നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേന് മറ്റു ഭാഗങ്ങളിൽ ഇങ്ങനെ വിള്ളൽ വീഴുകയാണെങ്കിൽ ആയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി ഇതുപോലെ മുകളിലിട്ട് കൊടുത്ത് ഇതൊന്ന് നീക്കി വയ്ക്കാം. നമ്മുടെ സേവനാഴിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ നന്നായിട്ട് തടവി കൊടുക്കണം. ഇപ്പം ഞാൻ തേച്ച് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മാവ് ഇവിടെ നിന്നും ഇങ്ങനെ പിടിച്ച് നമ്മുടെ സേവനാഴിക്കുള്ളിലേക്ക് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. മാവ് എങ്ങും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പം ഈ സ്റ്റെപ്പ് ഒഴിവാക്കല്. ഇതേപോലുള്ള അല്പം വലിപ്പമുള്ള പാത്രം വേണം വെക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഒരേ സമയം കുറച്ചധികം അറയുണ്ടെങ്കിലും ഒന്നിച്ചുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പാത്രം ചെറുതാണെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പം പാത്രം ചൂടായാലുടനെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എണ്ണയിലോ ഉപയോഗിക്കാം. അതിനുശേഷം മാവ് ഇതുപോലെ ചെറിയ ഭാഗങ്ങളായിട്ടെടുത്ത് ഇതിന് സേവനാഴിക്കുള്ളിലേക്ക് നിറച്ചു കൊടുക്കുക. ബാക്കിയുള്ള മാവ് മൂടി വയ്ക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. അതുകൊണ്ട് എടുത്തതിന് ശേഷം ബാക്കി നന്നായിട്ട് മൂടി വയ്ക്കുക. ഇനി ഇത് നമുക്ക് ചെറിയ മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് ആക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഡയറക്റ്റ് എണ്ണയിലേക്കല്ല ആക്കുക. നമ്മുടെ ഒരു കൈ സേവനാഴിയുടെ നടുഭാഗത്തും ഒരു കൈ മോൾ ഭാഗത്ത് കറക്കണം, അതിലും വേണം ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചെയ്തുകൊണ്ടിരിക്കാൻ. നമ്മുടെ കൈ നമ്മളിങ്ങനെ ചുറ്റിക്കണതിനനുസരിച്ച് മുറുക്കിനിങ്ങനെ ചുറ്റു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൈയും അതോടെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഈ മുകളിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കണയാലും മുകളിലത് വല്ലാണ്ട് ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യല്. ഫാസ്റ്റായിട്ട് ചെയ്യണതിനനുസരിച്ച് മാവ് വേഗത്തിൽ താഴേക്ക് വരും. അപ്പം വളരെ പതുക്കെ വേണം അത് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനനുസരിച്ച് മാവ് വരണതനുസരിച്ച് ചെറുതായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അവസാനത്തെ ഭാഗം സൈഡിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾ ആദ്യം ചെയ്യുമ്പം ആദ്യമായിട്ട് തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് പരിചയക്കേടുണ്ടാവും. നമ്മൾ ചെയ്ത് തരുമ്പം നല്ല ബാലൻസ് ആയിക്കോളും. ഇതേ രീതിയിൽ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പം നിങ്ങൾ ചെയ്യണ അനുസരിച്ച് പതുക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ സേവനാഴി കറക്റ്റ് നേരെ പിടിക്കല്, ഇങ്ങനെ ഒന്ന് ചരിച്ച് കൊടുക്കണം. ആദ്യം ഇങ്ങനെ അതേ രീതിയിൽ കുറച്ച് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിലൊന്ന് ചെറുതായിട്ട് കറക്കി കൊടുത്തെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ മുറുക്കിൻ്റെ രൂപത്തിൽ ചുറ്റിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. വല്ലാണ്ട് തീ കൂട്ടി വെക്കല്. വല്ലാണ്ട് നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് നല്ല കറുത്തു പോവും. എന്നാൽ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. സോഫ്റ്റ് ആയിട്ടിരിക്കും മുറുക്ക്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടില്ല.
വല്ലാണ്ട് കറുത്ത് പോവും. പിന്നീട് ഉണ്ടാക്കുന്നതിനൊക്കെ ആ എണ്ണയ്ക്ക് കളർ പെട്ടെന്ന് മാറുകയും നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ബ്രൗൺ കളറിൽ നമുക്ക് നല്ലൊരു കളറിൽ കിട്ടുകയില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് ഇങ്ങനെ മുറുക്കാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇങ്ങനെ എടുത്തിടാം, അതിലെങ്ങും ഒട്ടിപ്പിടിക്കില്ല. വലത്തെ കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇടത്തെ കൈയുടെ ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് പതുക്കെ ഇട്ടെടുക്കുക. എണ്ണ ദേഹത്തേക്കും തെറിക്കാണ്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. എണ്ണയിലേക്ക് മുറുക്കിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ കരണ്ടി ഇട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. മുറുക്കിട്ടതിന് ശേഷം ഉടനെ നമ്മൾ സ്പൂണൊക്കെ വെച്ച് ഇളക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാനുള്ള മുറുക്ക് ഇതേപോലെ ഷേപ്പിലാക്കി വെക്കുക. മുറുക്ക് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിനെ കുമ്പളകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ കുമ്പളകൾ നന്നായിട്ട് വരാണ്ടിരിക്കുമ്പോൾ, നന്നായിട്ട് കുമ്പളകളൊക്കെ നിൽക്കുമ്പോഴാണ് ഇത് ശരിക്കും വെന്തിട്ടുണ്ടാവുക. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ പരുവാകുമ്പോഴത്തേന് ഒന്നുകൂടെ മറിച്ചിട്ട് എടുക്കുക. അതിനുശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ മറിച്ചിടുക. അങ്ങനെ ഏകദേശം 2 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഈ മുറുക്ക് വല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇതേ എണ്ണയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ഇത് പൂർണ്ണമായിട്ടും നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവസാനം ഇട്ട് കൊടുത്തത് വേകാനുള്ളതുകൊണ്ടാണ് ഈ കുമ്പളകളൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം തീരുമ്പോഴേക്കും നന്നായിട്ട് കളറായിട്ടുള്ളത് നോക്കി എടുക്കണം. ഇത് നോക്കൂ, ഇപ്പോൾ കുമ്പളകളൊക്കെ വരുന്നത് പൂർണ്ണമായിട്ട് നിന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ഉടനെ ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. എന്ന് വിചാരിച്ചത് വെന്തില്ലെന്നല്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല ക്രിസ്പ്നെസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് വാങ്ങിയെടുക്കുക. ഇതാണ് കറക്റ്റ് പരുവം. അപ്പം എണ്ണയിലെ കുമ്പളകളൊക്കെ നിൽക്കുമ്പോഴേക്കും കറക്റ്റ് പരുവമായിട്ട് ഇതേ കളറിൽ കിട്ടും. ഇതേപോലെ നമ്മുടെ മുറുക്ക് ഗോൾഡൻ കളറിലല്ല, ഇതേപോലെ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഉണ്ടാവുക. ഇതേ രീതിയിൽ വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലുള്ള മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ല്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.